ഞാൻ കൂടുതൽ ജമ്പ് ചെയ്തേക്കണത് തായ്ലൻഡിലാണ്. എനിക്ക് തായ്ലൻഡിൽ ആകാശത്ത് നിന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ നാട് തന്നെയാണ് ഓർമ്മ വരിക. അഡ്വഞ്ചർ സ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ നമുക്ക് വേറെ എന്ത് കാര്യം ചെയ്താലും കിട്ടില്ല. ഓരോ സഞ്ചാരിയുടെയും സ്വപ്നത്തിൽ എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മളിങ്ങനെ വായുവിലൂടെ പറന്ന് നടക്കുക എന്നത്. അങ്ങനെ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് 500-ലധികം തവണ ചാടിയ ഒരു സാഹസിക സഞ്ചാരിയാണ് ഇന്ന് ട്രാവലേഴ്സ് കഫേയിൽ നമ്മുടെ അതിഥിയായിത്തീരിക്കുന്നത്. തൃശ്ശൂർ പെരുമ്പിലാവ് സ്വദേശിയായ അജ്മൽ അബ്ദുറഹ്മാൻ, സ്വാഗതം. താങ്ക് യു. എങ്ങനെയാണ് ഈ സ്കൈ ഡൈവിംഗ് എന്ന പറന്ന് നടക്കുന്ന ഒരു ജോബിലേക്കും ആ ഒരു പാഷനിലേക്കും ഒക്കെ എത്തുന്നത്? ആദ്യം ഇതൊരു ജോബ് ആക്കണം എന്നൊന്നല്ല, നമുക്ക് എല്ലാവർക്കും ഉള്ള ആഗ്രഹം പോലെ, അല്ലെങ്കിൽ ബക്കറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറയണ പോലെ പറക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പാരാഗ്ലൈഡിങ് അല്ലെങ്കിൽ എയറോസ്പോർട്ടിൽ ഇത്രയും സ്പോർട്സ് ഉണ്ട്, അതിൽ സ്കൈ ഡൈവിങ് വൺ ഓഫ് ദ എക്സ്ട്രീം ആണെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അതിനുവേണ്ടി കാശ് ചുരുക്കി കൂട്ടുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് സ്കൈ ഡൈവിംഗ് ആണ് ഏറ്റവും അടിപൊളി എന്നുള്ളത് അറിയാൻ പറ്റിയത്. കൊറോണയുടെ സമയത്ത് ഫസ്റ്റ് ജമ്പ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി ഹരിയാനയിൽ. അത് ചെയ്ത് ഞാൻ ലാൻഡ് ചെയ്തിട്ട് ചോദിച്ച ആദ്യത്തെ ചോദ്യം, എനിക്കിനി ഇത് ഇനിയും ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു, അതായത് ഇനി മുതൽ ഇതാണ് എനിക്ക് വേണ്ടത് എന്നുള്ള തീരുമാനിച്ചിട്ടുള്ള ഒരു അവിടെ നിന്നുള്ള യാത്രയായിരുന്നു ഇതുവരെ ഇവിടെ ഇപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇത് തുടക്കം തന്നെ ഈ 2022 തുടങ്ങുന്നത്. ഓക്കെ, അല്ല 20-ലാണ് ഫസ്റ്റ് ജമ്പ്, 22-ലാണ് കോഴ്സ് എടുക്കുന്നത്. ഫസ്റ്റ് ഒറ്റ ജമ്പ് ചെയ്തത് 20-ലാണ്. പിന്നെ കോഴ്സ് എടുക്കാൻ 2 വർഷം വേണ്ടി വന്നു എനിക്ക്. അതിനുള്ള ഫൈനാൻഷ്യലി ആണെങ്കിലും ഞാൻ സെൽഫായിട്ട് എനിക്ക് റെഡി ആവാനും, കാരണം നമ്മൾ സാധാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫൈനാൻഷ്യലാണ് സെറ്റ് ചെയ്യാനാണ് എനിക്ക് ഏകദേശം 2 വർഷം എടുത്തു കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ. എന്താണ് ഈ സ്കൈ ഡൈവിങ്? സ്കൈ ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എയർക്രാഫ്റ്റിൽ കയറുന്നു. അത് സ്കൈ ഡൈവിങ്ങിൻ്റെ ഒരു എയർക്രാഫ്റ്റ് ആയിരിക്കും. നമ്മുടെ സാധാരണ കൊമേഴ്ഷ്യൽ പോലെ കംപ്രൈസ്ഡ് സംഭവമായിരിക്കും, നമുക്ക് ഡോറ് തുറക്കാനൊക്കെ പറ്റുന്ന ഒരു രീതിയായിരിക്കും. ആ എയർക്രാഫ്റ്റിൽ നമ്മളെല്ലാവരും എക്യുപ്മെൻറ്റ്, സ്കൈ ഡൈവിങ്ങിൻ്റെ എക്യുപ്മെൻ്റൊക്കെ ഇട്ട് കയറുക. ഒരു 13,000 വരെ ഫ്ലൈ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾക്ക് പൈലറ്റ് സിഗ്നൽ തരുമ്പോൾ നമ്മൾ ഡോറ് തുറക്കും, നമ്മൾ സ്പോട്ട് ചെയ്യും, അതായത് എവിടെയാണ് എന്നുള്ളത് ഏകദേശം സ്പോട്ടിങ് ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ജമ്പ് ചെയ്യുന്നു. 13,000 മുതൽ ഒരു 5,000 അല്ലെങ്കിൽ ഒരു 4,000 ഫീറ്റ് വരെ നമുക്ക് പക്ഷികളെക്കാട്ടിയും അടിപൊളിയായിട്ട്, അല്ലെങ്കിൽ നമ്മൾ അന്ന് വരെ അനുഭവിക്കാത്തൊരു പ്രത്യേകതര ഒരു ഫീലിങ്ങിൽ നമുക്ക് ഫ്രീ ഫോൾ നമുക്ക് കിട്ടുകയാണ്. അതിന് നമ്മളൊരു എക്യുപ്മെൻ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുവരെ നമ്മളാകെ ഏത് ഹൈറ്റിലാണെന്ന് അറിയാൻ വേണ്ടി മാത്രം ഒരു എക്യുപ്മെൻ്റ് ഉണ്ടാവും, ആൾട്ടിമീറ്റർ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് 4,000 ആകുമ്പോൾ നമ്മൾ തന്നെ പാരച്യൂട്ട് തുറക്കണം. എന്നിട്ട് നമ്മൾ വീണ്ടും ഈ പാരാഗ്ലൈഡിങ്ങിലൊക്കെ വീഡിയോസൊക്കെ കാണുന്ന പോലെ പറന്നിറങ്ങുന്നു. അതുവരെയുള്ള ആ ഒരു ഡിസ്റ്റൻസാണ് ശരിക്കുള്ള സ്കൈ ഡൈവിങ്ങിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഹൈ. ഐഡിയലി എത്ര സമയം എടുക്കും? നമുക്കൊരു ആകാശത്ത് എത്ര സമയം ഉണ്ടാവും? അതായത് ഇപ്പോൾ ഒരു പഠിക്കുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ജമ്പ് ആണെങ്കിൽ ഒരു 50 to 55 സെക്കൻഡ്സ്, 1 മിനിറ്റ് മാക്സിമം ആണ്. അത് ഇപ്പോൾ ഗ്രൗണ്ട് ലെവൽ കുറച്ചും കൂടിയും ഹൈറ്റ് കുറവുള്ള രാജ്യങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ 14,000 വരെയൊക്കെ കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് 1 മിനിറ്റ് കറക്റ്റ് കിട്ടും. പക്ഷേ തായ്ലൻഡിൽ ഇപ്പോൾ ഞാൻ പരിശീലിച്ചിടത്തൊക്കെ ഏകദേശം ഒരു 55 സെക്കൻഡ്സൊക്കെ നമുക്ക് കണക്കൂട്ടാൻ പറ്റുള്ളൂ. അതും നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള അനുസരിച്ചിട്ടാണ്. സാധാ ബേസിക് ജംപ്സ് ആണ്, അതിൽ ഈ ബെല്ലി ഫ്ലൈ എന്ന് പറയും. നമ്മുടെ ബെല്ലി ഭാഗം ഗ്രൗണ്ടിലോട്ടുള്ള ഫ്ലൈ ആണെങ്കിൽ നമുക്ക് കൂടുതൽ സർഫേസ് ഏരിയ ഉണ്ട്, അപ്പോൾ നമ്മുടെ ഫോൾ റേറ്റ് കുറവായിരിക്കും. അപ്പോൾ അതൊരു 55 സെക്കൻഡ് കിട്ടും. അതല്ല നിങ്ങൾ പഠിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾ കുത്തനെയൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ബുള്ളറ്റിൻ്റെ പോലെ തന്നെ നല്ല സ്പീഡായിരിക്കും. അപ്പോൾ 30 സെക്കൻഡൊക്കെ ചിലപ്പോൾ ഫ്രീ ഫോൾ കിട്ടുള്ളൂ. അത് നമ്മൾ ജമ്പ് ചെയ്യുന്ന എന്തിനു വേണ്ടി ജമ്പ് ചെയ്യുന്നുള്ളതെല്ലാം തീരുമാനിക്കുക എത്ര സെക്കൻഡ് എന്ന്. പക്ഷേ അത് 5 സെക്കൻഡ് ആയിക്കോട്ടെ 10 സെക്കൻഡ് ആയിക്കോട്ടെ, ആ ഫീല് നമുക്ക് സ്കൈ ഡൈവിംഗ് തന്നെ കിട്ടുള്ളൂ. ഓക്കെ, ഇതിനൊക്കെ ഇപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും സ്കൈ ഡൈവ് ചെയ്തിട്ടുണ്ടാവും, ദുബൈയിലും അതുപോലെ തായ്ലൻഡിലും ഒക്കെ ആയിട്ട്. അതെ, ഇന്ത്യയിലാണ് ഏറ്റവും കുറവ് ജമ്പ് ചെയ്തേക്കുന്നത്. കാരണം നമുക്ക് അതിനുള്ള അത്രയും ഫെസിലിറ്റീസ് ഇവിടെ ഇല്ല. ഇപ്പോൾ 1-2 സ്ഥലത്ത് തുടങ്ങിയിട്ടുണ്ട്, ആ സ്ഥലത്തൊക്കെ ഞാൻ ജമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, നമുക്ക് പുറത്തുള്ളത് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ആൾട്ടിറ്റ്യൂഡ് തന്നെ കുറവാണ്. നമുക്ക് ATCയിൽ നിന്ന് അല്ലെങ്കിൽ അപ്രൂവൽ കിട്ടില്ല. അങ്ങനത്തെ എന്തൊക്കെ ഇഷ്യൂ ആണ് അവിടുത്തെ ആൾക്കാർ ഓർഗനൈസേഷൻ പറയൽ. പിന്നെ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് പഠിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇന്ത്യയിൽ ഇതുവരെയായിട്ടും ഒരു സ്കൂളില്ല, അവൻ പുറത്ത് തന്നെ പോയേ പഠിക്കാൻ പറ്റുള്ളൂ. അതൊരു വലിയൊരു ചിലവ് ഏറിയ പരിപാടിയും കൂടിയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന ഒരാളാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ലീവ് എടുക്കണം. ഇനി എന്താ സ്റ്റുഡൻ്റ് ആണെച്ചെങ്കിൽ അവന് വീട്ടിൽ നിന്ന് അത്രയും ബാക്ക് ഉണ്ടെങ്കിലേ, കാരണം ലൈസൻസിന് ഏറ്റവും കുറവ് ഒരു 5 ലക്ഷമെങ്കിലും ചിലവാകും ഈ ഫസ്റ്റത്തെ ഇപ്പോൾ ലൈസൻസ് കിട്ടാൻ മാത്രം. ഓക്കെ, നമുക്കിപ്പോൾ ഈ ഇത്തരം വിനോദങ്ങൾ, അതായത് ഈ അഡ്വഞ്ചർ സ്പോർട്സ്,
ഐറ്റംസ് എല്ലാം യാത്രക്കാർക്ക് ഇപ്പോൾ ഋഷികേശിലെത്തുമ്പോൾ ബങ്കി ജമ്പ്, അതുപോലെ ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോഴും നമുക്ക് അത്തരത്തിലുള്ള അവസരങ്ങളുണ്ട്. അതൊരു വൺ ടൈം എക്സ്പീരിയൻസ് മാത്രമാണ്. പക്ഷേ ഇത് ലൈഫ് ലോങ് ഇതിലേക്ക് പോകണമെന്നൊരു അതെ, ചിന്ത അതായത് അതെങ്ങനെ ഇപ്പോൾ വരുന്നതാ? ഇപ്പോൾ എൻ്റെ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ആർക്കും ടാൻഡം ഒരു കാര്യത്തിലും സജസ്റ്റ് ചെയ്യാത്ത ഒരാളാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഉത്തരാഖണ്ഡോ അല്ലെങ്കിൽ പാരാഗ്ലൈഡിങ് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ അവിടെ പോയിട്ട് അവരോട് സംസാരിക്കേണ്ടത് ടാൻഡം അല്ല, അവരുടെ അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് കോഴ്സ് എങ്കിലും എടുക്കണം. അപ്പോൾ ഞാൻ പാരാഗ്ലൈഡിങ്ങിൽ P1 P2 ചെയ്ത ആളാണ്. അപ്പോൾ അതിൽ നമുക്കൊരു 6 to 7 ഫ്ലൈയിങ് നമ്മൾ സോളോ ആയിട്ട് ചെയ്യും. അപ്പോഴാണ് ശരിക്കും നമ്മൾ ആ സ്പോർട്ടിനെ കുറിച്ച് പഠിക്കാനും, കാരണം തിയറിയും കാര്യങ്ങളും ഉണ്ടാവും. അതേപോലെ തന്നെ മുരുദേശ്വറിൽ നമുക്ക് സ്കൂബ ചെയ്യാം. ഞാൻ അവിടെ പോയപ്പോഴും ഞാൻ അവിടെ പോയിട്ട് എനിക്ക് ടാൻഡം ചെയ്താൽ മുങ്ങി എല്ലാം കണ്ട് പോന്നാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ടും എനിക്കിത് പഠിക്കണം എന്നുള്ള ആഗ്രഹം. കാരണം ഇനിയും എനിക്ക് എന്ന് പറഞ്ഞ സ്വപ്നങ്ങളാണ്, അതായത് കുറേ യാത്ര ചെയ്യണം. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ എല്ലായിടത്തും പോയി ടാൻഡം ചെയ്യാനല്ല എനിക്ക് ആഗ്രഹം. എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ലൈസൻസ് കാണിക്കുന്നു, ഓക്കെ, വെള്ളമാണെങ്കിൽ സ്കൂബ ചെയ്യാം, പറക്കാനാണെങ്കിൽ സ്കൈ ഡൈവിങ് അല്ലെങ്കിൽ പാരാഗ്ലൈഡിങ്. ഇനി എന്ത് സ്പോർട്ടിലും ഞാൻ ഇറങ്ങുകയാണെങ്കിലും എൻ്റെ ആഗ്രഹം അതൊരിക്കലും ടാൻഡം ആവരുത്. അതുതന്നെയാണ് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക് കഴിവുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ആരോഗ്യവും അല്ലെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ ഒരിക്കലും ടാൻഡം ചെയ്യരുത്. ഗോ ഫോർ ദ കോഴ്സ് എന്ന് പറയുള്ളൂ, ഏത് സ്പോർട്ടാണെങ്കിലും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എവിടെ പോകുമ്പോഴും ഇത് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. ആരുടെയും ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ല. ഓക്കെ, ഈ അഡ്വഞ്ചർ സ്പോർട്സ് ഇനങ്ങളിൽ തന്നെ ഒരു സ്കൈ ഡൈവിംഗ് ആണ്, അതിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതെ, പക്ഷേ ഈ സ്കൂബ ഡൈവിംഗ്, പാരാഗ്ലൈഡിങ് തുടങ്ങിയിട്ട് എല്ലാറ്റിലും ഒന്ന് കൈവച്ചിട്ടുണ്ട് അല്ലേ? അതെ അതെ ഉണ്ട്. അതായത് സ്കൈ ഡൈവിങ്ങിൽ കൈ വെച്ചപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലായത്. ഈ എന്താ പറയുക, അഡ്വഞ്ചർ സ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ നമുക്ക് വേറെ എന്ത് കാര്യം ചെയ്താലും കിട്ടില്ല. അപ്പോൾ അതിൽ ചേർന്നു. അതിൻ്റെ കൂടെയുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി ഭയങ്കര സ്ട്രോങ് ആണ് ഈ സ്കൈ ഡൈവിങ്ങിൻ്റെ. അതിലുള്ള മിക്കവരും ഇതേപോലെ തന്നെ ഒന്നിൽ കൂടുതലോ അല്ലെങ്കിൽ 3-ൽ കൂടുതലൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന, ഇതിലും എക്സ്ട്രീം ആയിട്ടുള്ള ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നമുക്ക് അത് ഓട്ടോമാറ്റിക്കലി ഒരു ഇൻസ്പിറേഷൻ വരുന്നു. കാരണം അവരുടെ ലൈഫ് സ്റ്റൈല് നമ്മളെ ഇൻസ്പയർ ചെയ്യാണ് സാധാരണ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനും അതേപോലെ ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ്, നമുക്കത് അറിയാമെങ്കിൽ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഭയങ്കര കുറവായിരിക്കും. നമ്മൾ ലൈസൻസ് എടുത്ത് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് അവർ ഗോ ഫോർ ഇറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എക്യുപ്മെൻറ്റ്സ് തരും. അതൊരു ഭയങ്കര പ്ലസ് ആണ്. യെസ്, ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്ന്, ഈ യാത്രയിൽ നിന്ന് നമുക്ക് ഈ ഇന്ന കോഴ്സ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഇന്ന സ്ഥലമാണ് എന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സ്കൈ ഡൈവിങ്ങിനും സ്കൂബ ഡൈവിങ്ങിനും ഒക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് എവിടേക്കാണ്? അതായത് ഇപ്പോൾ സ്കൈ ഡൈവിങ്ങിൻ്റെ ഒരു പ്രശ്നം എല്ലാവർക്കും പറ്റിയ, ഇപ്പോൾ എൻ്റെ പോലെ തന്നെ എല്ലാവർക്കും ഫൈനാൻഷ്യലി ആയിരിക്കും. പക്ഷേ അതിലോട്ട് എത്താൻ പറ്റില്ല വെച്ചെങ്കിൽ സ്റ്റാർട്ട് വിത്ത് സ്മോൾ തിങ്സ്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇന്ത്യയിൽ ചെയ്യാൻ പറ്റുന്ന ബിർബിളിങ്ങിൽ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട്, അത് ഇൻ്റർനാഷണലി ആൾക്കാർ വന്ന് ഫ്ലൈ ചെയ്യുന്ന ഹിമാചലിലുള്ള ബിർബിളിങ്ങിൽ പോയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പാരാഗ്ലൈഡിങ് അതിൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് കോഴ്സ് വരെ, അത് നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ടർ ആവാൻ വരെയുള്ള കോഴ്സുകളും അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ് വാങ്ങാനാണെങ്കിൽ എല്ലാത്തിനുള്ള സജ്ജീകരണം ഇപ്പോൾ അവിടെ ഉണ്ട്. അതേപോലെ തന്നെ മുരുദേശ്വറാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് കേരളത്തിൽ നിന്ന്. ഞാനൊക്കെ പോയതെന്ന് പറഞ്ഞാൽ വൈകുന്നേരം ട്രെയിനിൽ കയറി രാവിലെ അവിടെ എത്തുന്നു, കോഴ്സിന് ജോയിൻ ചെയ്യുന്നു. 4 ദിവസം കൊണ്ടായിട്ടുണ്ട്. ഓപ്പൺ വാട്ടർ കോഴ്സ് കഴിയാണ്. അതിൽ നമുക്ക് 6 ഡൈവോ എന്തൊക്കെ കിട്ടുന്നുണ്ട്. അതും 17 feet 18 feetലൊക്കെ അവർ കൊണ്ടുപോകും. നല്ല ക്ലിയർ വാട്ടർ തന്നെയാണ് കമ്പയർഡ് ടു നമ്മുടെ ഇവിടുത്തെ കൊച്ചിയിലുണ്ട് കോഴ്സുകൾ. പിന്നെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെയും കോഴ്സുകളുണ്ട്. പക്ഷേ സ്റ്റാർട്ട് വിത്ത് സ്മോൾ തിങ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പോട്ടിലെങ്കിലും കയറി ആ അഡ്രലിൻ്റെ ഒരു ഹൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങോട്ട് നമ്മൾ തന്നെ റൺ ചെയ്തോളും. പിന്നെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമാവാണ്. എന്തായാലും സ്കൂബ ചെയ്യുന്ന ആൾക്കാർ പലരും സ്കൈ ഡൈവിങ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ഡൗട്ടോ അല്ലെങ്കിൽ സ്കൂളിനായിട്ട് കണക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫ്ലൈയിങ് ഷെഫ് എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്. അതിലോട്ട് ഒരു മെസ്സേജ് അയച്ചാൽ പോലും ഞാനും അവരെ കോൺടാക്ട് നമ്പർ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അയച്ചു തരാം. കാരണം ഞാൻ തുടങ്ങുന്ന സമയത്ത് സ്കൈ ഡൈവിങ്ങിന് കുറേ മണ്ടത്തരങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക കുറേ കാശ് ആ വഴിയിൽ ചിലവായിട്ടുണ്ട്. അങ്ങനെ ഇനി വരുന്ന ഒരു തലമുറക്കെങ്കിലും കറക്റ്റ് ഗൈഡൻസ് കിട്ടാൻ എന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ ഫ്ലൈയിങ് ഷെഫ് എന്ന പേജ് ത്രൂ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഈ ഫ്ലൈയിങ് ഷെഫ് എന്ന പേര് അതെങ്ങനെ വന്നതാ? ഫ്ലൈയിങ് ഷെഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളോട് ആൾക്കാർ സംസാരിക്കുമ്പോൾ എന്താണ് ജോലി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാം ആദ്യം ഷെഫാണെന്ന്. ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ 1.5 വർഷം വരെ ഞാൻ പറഞ്ഞിരുന്നത് ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെഫ്. അപ്പോൾ അടുത്ത് ചോദിക്കും വേറെ എന്താ പരിപാടി, അപ്പോൾ നമ്മൾ പറയും സ്കൈ ഡൈവിങ് ആണെന്ന്. ഇതെന്താ ഒരു മാച്ച് ഇല്ലല്ലോ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നമ്മളൊരു എന്താ പറയുക മീഡിയ പേഴ്സൺ തന്നെ നമുക്ക് ഇത് കൊള്ളാലും നല്ലൊരു കോമ്പിനേഷൻ എന്നുണ്ട് അവർ തന്നെയാണ് ഫ്ലൈയിങ് ഷെഫ് തന്നെ ആദ്യമായിട്ട് എന്താ റെപ്രസെൻറ്റ് ചെയ്തത്. അതെ, പ്രൊഫഷണലി ഷെഫും ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുമാണോ? അതെ, അതായത് ഈ സ്കൈ ഡൈവിങ്ങിലോട്ട് ഇൻകം കിട്ടി തുടങ്ങിയതൊക്കെ ഇപ്പം അടുത്താണ്. അല്ലെങ്കിൽ ഞാൻ തായ്ലൻഡിൽ ഒരു ഡ്രോപ്പ് സോണിൻ്റെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു BSc ഹോട്ടൽ മാനേജ്മെൻറ്റ് ഗ്രാജുവേറ്റ് ആണ്.
IHM ഹൈദരാബാദിലാണ് പഠിച്ചത്. അതിനുശേഷം അവിടെ തന്നെ ക്യാമ്പസ് ഇൻ്റർവ്യൂ കിട്ടിയിട്ട് ആ കമ്പനിയിൽ തന്നെ ഒരു 3 വർഷത്തോളം വർക്ക് ചെയ്തു. അതിനുശേഷം ദുബായിൽ സബീൽ പാലസിൽ ഷെഫായിട്ട്, പേഴ്സണൽ ഷെഫായിട്ട് കൊട്ടാരത്തിൽ ഏകദേശം ഒരു 1.5 വർഷത്തോളം വർക്ക് ചെയ്തു. അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയതല്ല ദുബായിലോട്ട്. ഇവിടെ നല്ല ജോബായിരുന്നു എനിക്ക് ഇന്ത്യയിൽ, നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ജോലി. ഞാൻ റിസൈൻ ചെയ്തത് ഇന്ത്യയിൽ എനിക്ക് ഒഴിവ് സമയത്ത് ജമ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടും. ആ സ്കൈ ഡൈവിങ്ങിൽ എനിക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സും ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഇല്ല. അപ്പോൾ റിസൈൻ ചെയ്ത് വിസിറ്റ് എടുത്ത് പോയി ജോലി കണ്ടുപിടിച്ച് ആ ഒരു 1.5 വർഷത്തിലാണ് എനിക്ക് 200ഓളം ജമ്പായത്. അപ്പോഴാണ്, കാരണം 200 ജമ്പാണ് നമുക്കൊരു എന്താ പറയുക, നമ്മളൊരു സ്കൈ ഡൈവിങ്ങിൽ എന്തെങ്കിലും ഒരു വേറെ ഡ്രോപ്പ് സോണിലോ എന്തെങ്കിലും ജോലിയൊക്കെ സ്കൈ ഡൈവിങ് റിലേറ്റഡ് ആയിട്ട് കിട്ടാൻ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാർക്കാണ് 200 ജമ്പ്, അല്ലെങ്കിൽ C ലൈസൻസ് എന്ന് പറയും. അത് കാരണം ഇതിൽ ലൈസൻസിൻ്റെ ഒരു ലെവൽ ABCD എന്നാണ് പറയുക. ഇപ്പം ഞാൻ D ലൈസൻസ് വിത്ത് കോച്ച് റേറ്റിംഗ് ആണ് കറൻ്റ്ലി. പക്ഷേ ഞാൻ ദുബായിൽ പോകുമ്പോൾ വെറും ഒരു B ലൈസൻസ് ആയിരുന്നു. അതായത് A ലൈസൻസ് തായ്ലൻഡിൽ എടുത്തിട്ടാണ് വന്നിരുന്നത്, പക്ഷേ B ലൈസൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. C ലൈസൻസ് കിട്ടിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി ധൈര്യമായി. അതിന് പുറമെ ഈ വേക്കൻസീസ് ഈ തായ്ലൻഡിലായിക്കോട്ടെ അല്ലെങ്കിൽ എവിടെയും വേക്കൻസീസ് വരുമ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കണക്ഷൻസ് വെച്ചിട്ടാണ് തായ്ലൻഡിലോട്ട് എത്തിയതും ഇത്രയും ഗ്രോ ചെയ്യാനും പറ്റിയത്. ഇത് വളരെ പണച്ചെലവുള്ള ഒരു വിനോദം കൂടിയാണ്. അതെ അതെ. അതുകൊണ്ട് തന്നെ ഇത്രയധികം ജമ്പ് ചെയ്യാൻ വേണ്ടി ധാരാളം കാശ് വേണ്ടി വരും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കിട്ടിയ പണം കൊണ്ടാണോ അല്ലെങ്കിൽ വേറെ നിലക്ക് സമ്പാദിച്ച കാശ് കുറേ ചിലവായോ? ഒരു 200-250 ജമ്പ് നമ്മൾ കഷ്ടപ്പെട്ട്, അതായത് നമ്മൾ വേർപ്പിൻ്റെ തന്നെ ജമ്പുകളാണ്. കാരണം ഇപ്പോൾ ദുബായിലത്തെ കാര്യം ആയിക്കോട്ടെ ഇവിടെ ആയിക്കോട്ടെ, വർഷങ്ങളുടെ നമ്മുടെ സേവിങ്സാണ് ഞാൻ ആദ്യം ലൈസൻസിനൊക്കെ ചിലവാക്കിയത്. പിന്നെ വീട്ടിൽ നിന്നായിക്കോട്ടെ ഗോൾഡ് കടം വാങ്ങിയിട്ടാണെങ്കിലും സഹായങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് ആദ്യത്തേത്. അത് ഞാൻ ആർക്കും ഒരിക്കലും ഈ കാലഘട്ടത്തിൽ എന്താ പറയുക സജസ്റ്റ് ചെയ്യില്ല. എല്ലാവരും ഒന്നല്ലെങ്കിൽ ആദ്യം കാശുണ്ടാക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്പോട്ട് വെച്ച് തുടങ്ങുക, എന്നിട്ട് സ്കൈ ഡൈവിങ്ങിലോട്ട്. പിന്നെ അതേപോലെ തന്നെ ദുബായിൽ പോയപ്പോഴാണെങ്കിലും 6 ദിവസം കിച്ചണിൽ നല്ല ഹാർഡ് വർക്കാണ്. അതിന് ശേഷമാണ് നമ്മൾ അവിടുന്ന് 6 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ കാശാണ് ഈ ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ ചിലവാക്കാൻ പോകുന്നത്. അത് എൻ്റെ ഒരു 70% ഓഫ് ഇൻകം ഞാൻ അവിടെ സ്കൈ ഡൈവിങ്ങിൽ മാത്രമാണ്, അതായത് ഇവിടുന്ന് എടുക്കുന്നു അവിടെ കൊടുക്കുന്നു എന്നുള്ള ഒരു പാറ്റേൺ ആയിരുന്നു എൻ്റെ ദുബായിലത്തെ ഒരു സംഭവം. പിന്നെ 200-ന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ തായ്ലൻഡിൽ ജോലി കിട്ടിയപ്പോഴും എനിക്ക് ശമ്പളം അല്ലായിരുന്നു തുടക്കകാലത്ത്. തുടക്കകാലത്ത് ഞാൻ ചെയ്തു തരുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് എന്നെ കൊണ്ട് പറ്റാവുന്ന എല്ലാ വർക്കും ഞാൻ ചെയ്തു കൊടുക്കും. ഗ്രൗണ്ട് ക്രൂ ആയിക്കോട്ടെ, എന്താണ് അവർക്ക് വേണ്ടത് അത് നമ്മൾ ചെയ്തു കൊടുക്കുക. അതിന് പകരം എനിക്ക് ജമ്പായിരുന്നു ആദ്യം തന്നിരുന്നത്, ഓഫർ ചെയ്തിരുന്നത്. അതായത് സാലറി ആയിട്ട് കയ്യിൽ കാശൊന്നും കിട്ടില്ല നമ്മൾ അതിന് വേണ്ടി. പക്ഷെ അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ദുബായിലായിരുന്ന സമയത്ത് ഞാൻ കാശ് വേറൊരു ജോബ് ചെയ്തിട്ട് ആ കാശ് സ്കൈ ഡൈവിങ്ങിൽ കൊടുക്കുമായിരുന്നു. അപ്പോഴും എൻ്റെ കയ്യിൽ ബാങ്കിൽ 0 ആണ്. അപ്പോൾ ഇത് 0 ആണെങ്കിലും എനിക്ക് അത്രയും ജമ്പ് ചെയ്യാം, പിന്നെ സ്പോട്ടിൽ ഇമ്പ്രൂവ് ചെയ്യാം. എക്സ്പീരിയൻസ് സ്കൈ ഡൈവിങ്ങിലാണ്. കാരണം എൻ്റെ ഓട്ടോ എന്താണ് സ്കൈ ഡൈവിങ് ഇൻസ്ട്രക്ടർ ആവണം, അല്ലെങ്കിൽ സ്കൈ ഡൈവിങ് അത്രയും പബ്ലിസായിട്ട് നമ്മൾ നാട്ടിൽ കൊണ്ടുവരണം. നാട്ടിൽ ഇതേപോലെ നമുക്ക് എന്നും ജമ്പ് ചെയ്ത് വീട്ടിൽ വരാൻ പറ്റണം, അങ്ങനത്തെ ഒക്കെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട് എനിക്ക്. മീൻസ് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത്ര റിസ്ക് ഒന്നുമില്ല, അല്ലെങ്കിൽ എന്താ പറയുക ഇത്ര ചിലവുമില്ല, കുറേ കാര്യങ്ങൾ നമുക്ക് ഈസി ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കഷ്ടപ്പാടൊന്നും എനിക്ക് കഷ്ടപ്പാടായിട്ട് അന്ന് തോന്നിയിരുന്നെങ്കിൽ ഇപ്പോൾ ആലോചിക്കുമ്പോൾ വെർത്തിട്ടാണ്. ഓക്കെ, ഇത് സ്കൈ ഡൈവിംഗ് കോച്ചായിട്ടാണ് നിലവിലുള്ളത്. ഈ മേഖലയിലേക്ക് വരുന്ന ഒരാൾക്ക് എന്ത് തരത്തിലുള്ള മെസ്സേജ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും? മെസ്സേജ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു സ്പോട്ടാണ്. അറ്റ്ലീസ്റ്റ് ടാൻഡമെങ്കിലും ട്രൈ ചെയ്യണം. കാരണം ഇപ്പോൾ പലർക്കും ഈ ഫൈനാൻഷ്യലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫിസിക്കലി ഇതിന് ആപ്റ്റ് അല്ലാത്ത ആൾക്കാരുണ്ടാവും. പക്ഷേ ടാൻഡം ഒട്ടുമിക്ക അല്ലെങ്കിൽ ഒരു 95% പേർക്കും പറ്റും. അത് അവർ ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾക്കിത് പറ്റുമോ ഇല്ലേ എന്നുള്ളത്. പിന്നെ ഇത് പറഞ്ഞ പോലെ കടങ്ങളൊന്നും വാങ്ങി വരാതിരിക്കുക. പിന്നെന്താ പറയുക, ഇത് ചിലവേറിയൊരു സ്പോട്ടാണ്. അപ്പോൾ അത് എന്താ പറയുക മെൻ്റലി നമ്മളത് ക്ലിയർ ചെയ്തിട്ട് വേണം വരാൻ. കാരണം ഇതിലും റിപ്പീറ്റും കാര്യങ്ങളും ഉണ്ടാവും. അത് നമുക്ക് ഒറ്റയടിക്ക് പോയി എടുക്കാൻ പറ്റില്ല ഈ ലൈസൻസ് ഒന്നും. അതിലും കുറേ എക്സാംസും അല്ലെങ്കിൽ പ്രാക്ടിക്കലായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതേപോലെ ഇതിലോട്ട് കാശ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫാൻസ്, ഇപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ഈ ഇൻ്റർവ്യൂ കണ്ടിട്ടോ ഒന്നും ഒരിക്കലും ഒരു അഡ്വഞ്ചർ സ്പോട്ടിലോട്ടും നിങ്ങൾ വരരുത്. നിങ്ങൾക്ക് അത് ആപ്റ്റാണോ അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ചെറിയ, ഇപ്പോൾ നടന്ന ആൾക്ക് സൈക്കിൾ ഓടിക്കുന്നത് ഒരു അഡ്വഞ്ചറാണ് സത്യം പറയുകയാണെങ്കിൽ. അതേപോലെ സൈക്കിൾ ഓടിക്കുന്ന ആൾക്ക് ബൈക്ക് ഓടിക്കുമ്പോൾ കുറച്ച് ഹൈ കിട്ടും. അത് നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ അതൊരു ഹൈ അല്ലാണ്ട് മാറണം. അതേപോലെ തന്നെ സ്കൈ ഡൈവിങ്ങും ആദ്യം ചെയ്യുന്ന ആ എക്സൈറ്റ്മെൻ്റ് അല്ല ഇപ്പോൾ അതിൽ ഇമ്പ്രൂവ് ചെയ്യുമ്പോഴാണ് എക്സൈറ്റ്മെൻറ്റ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇതിൽ നിന്ന് കാശുണ്ടാക്കാൻ എന്നുള്ളൊരു പർപ്പസ് കൊണ്ട് വരണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇത് എത്ര തന്നെ സേഫ് ആണെന്ന് പറഞ്ഞാലും ഇതിൽ റിസ്ക് ഫാക്ടർ ഉണ്ട്. പിന്നെ വെതർ ഓറിയൻറ്റഡ് ആണ്, സീസണലാണ്.
അപ്പോൾ നമുക്ക് ഇപ്പോൾ ഷെഫാണോ ഇതാണോ എനിക്ക് മന്ത്ലി ഇൻകം തന്നിരുന്നു പറഞ്ഞാൽ ഞാൻ ഷെഫ് എന്ന് തന്നെ പറയുള്ളൂ. കാരണം അത് കറക്റ്റ് ഡേറ്റിന് നമുക്ക് സാലറി കിട്ടുന്നു. ഇവിടെ വർക്ക് ചെയ്യണതിനനുസരിച്ചിട്ടാണ് ഫണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം. പിന്നെ ആരെങ്കിലും ഇപ്പോൾ ഫ്ലൈയിങ് ഷെഫായി എന്നെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൈ ഡൈവറിനോട് സംസാരിക്കുക എങ്ങനെയാണ് ഈ സ്പോട്ട് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് സോൺ പോയി വിസിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇന്ത്യയിലുള്ള ആൾക്ക് അതിനുള്ളൊരു ഓപ്ഷൻ ഇല്ല. പക്ഷേ പുറത്ത് ദുബായിലാണെങ്കിലും അല്ലെങ്കിൽ തായ്ലൻഡിലൊക്കെ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ സ്കൈ ഡൈവിങ് നടക്കുന്ന സ്ഥലത്ത് പോയി ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ മൊത്തത്തിലുള്ള വൈബാവും അറിയാൻ പറ്റും. പക്ഷേ അങ്ങനെ പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. മീൻസ് എല്ലാവരും സ്കൈ ഡൈവിങ് ചെയ്തിട്ട് പോരുള്ളൂ. കാരണം അത്രയും പോസിറ്റീവ് വൈബായിരിക്കും. ഇത് സാധാരണഗതിയിൽ സഞ്ചാരികൾ മനസ്സിലാക്കുന്നത് ഇതൊരു വൺ ടൈം വണ്ടർ അതെ എന്ന നിലയിലാണ്. ഒരിക്കൽ ചെയ്തു നോക്കിയാൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യാം എന്നതിനപ്പുറം ഇതിൽ സ്ഥിരമായി വീണ്ടും വീണ്ടും ആ പുതിയ ആകാശങ്ങൾ കീഴ്പ്പെടുത്തണം എന്നൊരു തോന്നലുണ്ടാവുന്നത് എങ്ങനെയാണത്? അത് ചെയ്തവർക്ക് മാത്രമാണ് അതിൻ്റെ ഉത്തരം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. കാരണം എൻ്റെ അറിവിൽ തന്നെ ഒരൊറ്റ വട്ടം ജമ്പ് ചെയ്യാന്ന് പറഞ്ഞ പല പ്രായക്കാർ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അന്ന് രാത്രിയോ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ കോഴ്സ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് ഇനിയും ചെയ്യണം, ഞാനിപ്പോഴും നിലത്തല്ല ഞാൻ ആകാശത്താണെന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ മെസ്സേജസ് ഇഷ്ടംപോലെ ഉണ്ട്. അത് പല പ്രായക്കാരെന്ന് പറഞ്ഞത് നമ്മുടെ കൂടെ ഇപ്പോൾ ജമ്പ് ചെയ്യുന്ന ആളൊക്കെ 41 ഏജിലൊക്കെയാണ് ഫസ്റ്റ് ജമ്പ് ചെയ്തത്. ഇപ്പോൾ ആൾക്ക് 500+ ജംപ്സ് മൂപ്പർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പ്രായം ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കലി അത്ര ചലഞ്ചഡ് അല്ലാത്ത എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഒരു ബേസിക് ഫിറ്റ്നസ്സേ, അതായത് എൻ്റെ ഡ്രോപ്പ് സോണിൻ്റെ ഇൻസ്ട്രക്ടർ പറയാറ്, നടക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ, ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ, കിടക്കാൻ, അതായത് ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അയാൾക്ക് സ്കൈ ഡൈവിങ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഇൻസ്ട്രക്ടർമാർ നമ്മുടെ സ്റ്റുഡൻസിനോട് പറയും. കാരണം ചിലരൊക്കെ പറയും എനിക്ക് കയ്യിനത്ര പവറില്ല, ലെഗാണ് എൻ്റെ സ്ട്രോങ് എന്നൊക്കെ പറയും. അപ്പോൾ അവർ ചോദിക്കുന്നത് നടക്കാറുണ്ടോ, ഇരിക്കാറുണ്ടോ, ഇത്ര എനർജിയെ അല്ലെങ്കിൽ എന്നാൽ പറക്കാം എന്നുള്ള കോൺസെപ്റ്റാണ് ഇൻസ്ട്രക്ടർമാർ പറയാറ്. ഓക്കെ, നമുക്കിപ്പം ഇന്ത്യയിൽ നിന്നാണ് ഇതിനുള്ള പരിശീലനം ഒക്കെ ആദ്യഘട്ടത്തിൽ കിട്ടുന്നത്. പക്ഷെ കേരളത്തിൽ ഇത്തരം അഡ്വഞ്ചർ സ്പോർട്സിന് പലതിനും അവസരങ്ങൾ കുറവാണ്. പ്രത്യേകിച്ച് സ്കൈ ഡൈവിങ്ങിന് കേരളത്തിലുള്ളൊരു സാധ്യത എത്രമാത്രം ഉണ്ട് ഇപ്പോൾ? ഇല്ല, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലും ഇപ്പോൾ പഠിക്കാൻ ഉള്ള കോൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ 0 ആണ്. ടാൻഡം ചെയ്യാൻ ഇന്ത്യയിൽ 1-2 സ്ഥലത്ത്, ടാൻഡം എന്ന് പറഞ്ഞാൽ ഈ ഇൻസ്ട്രക്ടറിൻ്റെ കൂടെ കെട്ടിച്ചാടുന്ന ഒരു പരിപാടിക്കാണ് പറയുന്നത്. അതിന് 1-2 സ്പോട്ടുകളുണ്ട്. പക്ഷേ പുറത്തുള്ള രാജ്യത്തുള്ള ആൾക്കാർക്ക് അത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. അവർ ദുബായിലോ എങ്ങാനും സജസ്റ്റ്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഒരിക്കലും പോകില്ല, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പാസ്പോർട്ട് പോലും ഇല്ല എന്ന് പറയുന്ന ആൾക്ക് ഇത് ട്രൈ ചെയ്യണമെങ്കിൽ എന്തായാലും ഇന്ത്യയിലുള്ള സ്പോട്ടുകൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇതിവിടെ ഫീസിബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ഫീസിബിളാണ്. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ബസ്സിൽ ഫുൾ ബസ് ആൾക്കാർ വന്നിട്ട് ടാൻഡം ചെയ്ത് പോകുന്ന കസ്റ്റമേഴ്സ്, ആ ബസ്സിലുള്ള ആൾക്കാർ മൊത്തം ഇന്ത്യക്കാരാണ്. അപ്പോൾ ഒരു ജമ്പിന് അവിടെ തായ്ലൻഡിൽ 40,000 ഇന്ത്യൻ റുപ്പീസാണ്. അപ്പോൾ എത്രത്തോളം ഫണ്ടാണ് നമ്മുടെ രാജ്യത്തുനിന്ന് വേറൊരു രാജ്യത്തോട്ട് പോകുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ എന്നെ പോലത്തെ ആൾക്കാർ പഠിക്കാൻ വേണ്ടി 1 മാസം 1.5 മാസമൊക്കെയാണ് വേറെ രാജ്യത്ത് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്കണോമിയിലുള്ള ഒരു കറൻസി ആണ് വേറെ രാജ്യത്തോട്ട് അവരുടെ ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ അവരുടെ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലെങ്കിലും ഒരു നല്ല സ്കൂള് ഇന്ത്യയിലുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു 70-80% നമുക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ വെക്കാം. ബാക്കി 30 ഓക്കെ അവർ ഓൾറെഡി ചിലപ്പോൾ പുറത്ത് രാജ്യത്തായിരിക്കും വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ സെറ്റിൽഡ്. അവരുടെ കാര്യം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഇന്ത്യയിൽ തുടങ്ങുകയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര കാര്യമാണ്. നമുക്ക് നമ്മുടെ ഒരു ക്ലൈമറ്റും പച്ചപ്പും ഒക്കെ ധാരാളമായിട്ട് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരു വെതർ കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു കാറ്റിൻ്റെ ഗതിയൊക്കെ ഇത്തരം വിനോദങ്ങൾക്ക് അനുയോജ്യമാണോ, അല്ലെങ്കിൽ അത് അല്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, കാരണം ഞാൻ കൂടുതൽ ജമ്പ് ചെയ്തേക്കണമെന്ന് തായ്ലൻഡിലാണ്. എനിക്ക് തായ്ലൻഡിൽ ആകാശത്ത് നിന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ നാട് തന്നെയാണ് ഓർമ്മ വരിക. കാരണം അവിടുത്തെ ജോഗ്രഫി ആയിക്കോട്ടെ, അവിടുത്തെ എന്താ പറയുക, എല്ലാം കൊണ്ടും എനിക്ക് നാട് ഭയങ്കരമായിട്ട് ഓർമ്മ മിസ് ചെയ്യാറേ ഇല്ല ഞാൻ നാട്. കാരണം എല്ലാം അതുപോലത്തെ ഒരു ജോഗ്രഫിയാണ് അവിടെ. അവിടെയും കടലും കടൽ തീരങ്ങളും മലകളും എല്ലാം ഇതേപോലെ തന്നെ. പിന്നെ അവർക്കാണെങ്കിൽ ഏരിയ നമ്മളെ നോക്കുമ്പോൾ കുറവാണ്. എന്നിട്ട് അവർ 3 സ്കൂളോളം നടത്തുന്നുണ്ട്. അതായത് പഠിപ്പിക്കാൻ മാത്രം, ഈ പ്രൈവറ്റായിട്ട്. മറ്റേ മിലിറ്ററി ഡിഫൻസ് അത് സെപ്പറേറ്റ് തന്നെ വേറെ സ്കൂളുകളുണ്ട്. പക്ഷേ അല്ലാണ്ട് തന്നെ 3. നമുക്ക് ആ ഒരു ജോഗ്രഫി വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ മാത്രം വേണമെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ തുടങ്ങാനുള്ള സ്പേസ് നമുക്ക് ഇപ്പോൾ കോസ്റ്റ് ലൈൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് അല്ലാത്ത പ്ലാറ്റ്യൂ റിലേറ്റഡ് ആയിട്ടാണെങ്കിലും നമുക്ക് പറ്റും. പിന്നെ ഈ കാറ്റും വെതറൊക്കെ എല്ലായിടത്തും ബാധകമാണ്. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ കാറ്റ് കുറവാണെങ്കിൽ ആ സമയത്ത് മാത്രമേ ജമ്പ് ചെയ്യുള്ളൂ. അതൊക്കെ ഡെയിലി അല്ലെങ്കിൽ എന്താ പറയുക മന്ത്ലി ഉള്ള ഫോർകാസ്റ്റ് നോക്കി നമ്മൾ പ്ലാൻ ചെയ്തിട്ടേ ജമ്പ് ചെയ്യുള്ളൂ.
അതും ജോഗ്രഫിയും തമ്മിൽ നോക്കുകയാണെങ്കിൽ തായ്ലൻഡും നമ്മളൊക്കെ ഏകദേശം ഒരേപോലെയുള്ള ആൾക്കാരാണ്. നമുക്ക് അവരെക്കാട്ടിയും ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എന്താ പറയുക ജോഗ്രഫിക്കലി നമ്മളാണ് കൂടുതൽ നമുക്ക് ഡ്രോപ്പ് സോൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ. നമുക്ക് ഇതേ അഡ്വഞ്ചർ സ്പോർട്സ് ഇനങ്ങളിൽ തന്നെ ഇപ്പം ഈ വിങ് സ്യൂട്ട്സ് ഡയറക്റ്റ് മലമുകളിൽ നിന്ന് താഴോട്ട് പറക്കുന്ന കാഴ്ചകൾ നമ്മുടെ റീലുകളിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇത്തരം സ്പോർട്സ് ഐറ്റംസ് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു? ഇല്ല, അതിലോട്ടൊക്കെയുള്ള ട്രെയിനിങ് ആണ്. കാരണം ഒരിക്കലും അത്രയും എക്സ്ട്രീം, കാരണം അതിൽ ഫോർഗീവ്നെസ് ഭയങ്കര കുറവ്. ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ ഇഞ്ചുറീസ് ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പോൾ സ്കൈ ഡൈവിങ് ഞങ്ങൾ സേഫസ്റ്റ് സ്പോട്ട് എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ റോഡിൽ വണ്ടി ഓടിക്കുന്നതാണ് ഇത് സ്കൈ ഡൈവിങ്ങിനെക്കാട്ടിയും റിസ്കി. കാരണം നമ്മൾ റിസർവ് ഉണ്ടാവും നമുക്ക്, അതായത് ഇപ്പോൾ ഒരു പാരച്യൂട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ വേറെ പാരച്യൂട്ട് ഓപ്പൺ ചെയ്യാം. പിന്നെ നമുക്ക് ഗ്രൗണ്ടിലാണെങ്കിലും പൈലറ്റുമാരാണെങ്കിലും ഭയങ്കര കുറേ ക്രൈറ്റീരിയസ് വെച്ചിട്ടുണ്ട്. അതായത് വെതർ ആയിക്കോട്ടെ, ക്ലൗഡ്സ് ആയിക്കോട്ടെ, വിൻഡിൻ്റെ സ്പീഡ് ആയിക്കോട്ടെ, ഇതൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഒരു സ്കൈ ഡൈവിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അല്ലാണ്ട് ജസ്റ്റ് ഏതെങ്കിലും എയർക്രാഫ്റ്റിൽ കയറിപ്പോയി ജമ്പ് ചെയ്യുന്ന ഒരു പരിപാടിയല്ല സ്കൈ ഡൈവിങ്. പക്ഷേ ബേസ് ജമ്പിലോട്ട്, അതായത് ഈ ബേസ് ജമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മല അല്ലെങ്കിൽ ആൻറ്റിന ഏതെങ്കിലും ഒരു ഹൈറ്റിൽ നിന്ന് ജമ്പ് ചെയ്യാന്നുള്ളൂ. അല്ലാണ്ട് എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ അത്രയും ഹൈറ്റ് ഉണ്ടാവില്ല. അത് ചിലപ്പോൾ 1000 ഫീറ്റ് ആവാം, അല്ലെങ്കിൽ അതിലും കുറവാവാം. ഒരു ആൻറ്റിനയുടെ ഒക്കെ ഒരു ഹൈറ്റ് ഉണ്ടാവുള്ളൂ. അതിൽ ഫോർഗീവ്നെസ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ പാരച്യൂട്ടേ ഉണ്ടാവുള്ളൂ. അത് ഓപ്പൺ ആയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അതല്ല ഇനി അതിനെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇഞ്ചുറി ആയിരിക്കും. അത് ഏത് ഹൈറ്റിൽ നിന്നാണ് നിങ്ങളുടെ ആ മാൽഫങ്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പാരച്യൂട്ടിന് കംപ്ലൈൻറ്റ് വരുന്നത് എന്നുള്ള അനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് അത് ഇത്തിരി കൂടിയും, അതായത് പക്ഷേ അതിലോട്ട് എത്തണമെങ്കിൽ സ്കൈ ഡൈവിംഗ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഭാവിയിൽ ഞാൻ ചെയ്തുകൂടാന്നില്ല. പിന്നെ എനിക്ക് പ്രശ്നം എപ്പോഴും കുറച്ച് ഫൈനാൻഷ്യലി ബാക്ക് ആയതുകൊണ്ട് പഠിക്കാനും നമ്മളൊരു രാജ്യത്ത് പോകണം. അതെല്ലാം ഇന്ത്യയിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ ഒബ്വിയസ്ലി ചിലപ്പോൾ അടുത്ത മാസം തന്നെ നമ്മൾ കോഴ്സിന് ചേരുന്നു, ജമ്പിന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതിന് ഒരു പാറ്റേൺ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്കൈ ഡൈവിങ്ങിൽ ഒരു നല്ല എക്സ്ട്രീമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഈസി ആയിരിക്കും ബേസ് ജമ്പ് ചെയ്യാൻ. കാരണം അയാളുടെ എക്യുപ്മെൻറ്റിനെ കുറിച്ചിട്ട് അറിയാം, എന്താണ് ചെയ്യുന്നത് അറിയാം, വിൻഡിനെ കുറിച്ചിട്ടും എല്ലാത്തിനെ കുറിച്ചിട്ടും ഒരു ഐഡിയ ഉണ്ടാവും. കാരണം ബേസ് ജമ്പിൽ ഇത്രത്തോളം ആൾക്കാരുണ്ടാവില്ല. അതൊരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റി സ്പോർട്ടാണ്. സ്കൈ ഡൈവിംഗ് മേഖലയിൽ നമുക്ക് ഒരു ഇൻസ്ട്രക്ടർ ആവുക എന്നത് മാത്രമാണോ അതിലൊരു ജോലി സാധ്യത, അല്ലെങ്കിൽ അതിൽ വേറെ എന്തെല്ലാം സാധ്യതകൾ കിടക്കുന്നുണ്ട്? അതായത് ഇതൊരു ഡ്രോപ്പ് സോൺ എന്ന് നമ്മൾ വിളിക്കുന്നത് ഒരു മിനി എയർപോർട്ട് പോലെയാണ്. അപ്പോൾ അതിൽ സ്കൈ ഡൈവിങ് അറിയാത്ത ആൾക്കാർക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. അതായത് ഇപ്പോൾ സ്കൈ ഡൈവ് ദുബായ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്കൈ ഡൈവ് തായ്ലൻഡ് ആയിക്കോട്ടെ, അതൊരു എയർപോർട്ട് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഒരു ഗസ്റ്റ് സ്കൈ ഡൈവ് ചെയ്യാൻ വരുന്നു, അപ്പോൾ അവിടെ റിസപ്ഷൻ വേണം, അല്ലെങ്കിൽ ഗ്രൗണ്ട് ക്രൂ വേണം, പൈലറ്റിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മെയിൻ്റനൻസ് ചെയ്യുന്ന ആളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും. അപ്പോൾ ഒരു ഗ്രൗണ്ടിലുള്ള സ്കൈ ഡൈവിങ്ങുമായിട്ട് പ്രത്യേകിച്ച് ഒരു എന്താ പറയുക കണക്ഷനോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ആ ജോലി ചെയ്യാം. ഒരു ഗ്രൂമിങ് സെഷൻ. അതെ, അത് സാധാരണ ഇപ്പോൾ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച ആൾക്കും ചെയ്യാം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കും. അതിനൊരു പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല, അതിലോട്ടുള്ള ഇൻട്രസ്റ്റ് ആണ് വേണ്ടത്. പിന്നെ സ്കൈ ഡൈവിങ്ങിലോട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ഏറ്റവും ഫസ്റ്റ് ലൈനായിട്ടുള്ള വരുന്നത് പാക്കർമാർ. പാക്കർക്കും സ്കൈ ഡൈവിങ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, പാക്കിംഗ് പഠിച്ചാൽ മതി. അത് പാക്കിങ് ഏതെങ്കിലും ഒരു റിഗർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാക്കിംഗ് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടാവും, അയാളുടെ കീഴിൽ പോയാൽ പഠിക്കാം. അയാൾ അപ്രൂവ് ചെയ്താൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡ്രോപ്പ് സോണിൽ പാക്ക് ചെയ്യാനും പറ്റും. പിന്നെ വരുന്നതാണ് നമ്മൾ ഈ ഇൻസ്ട്രക്ടർമാരുടെ ഒരു കാറ്റഗറി. അത് നിങ്ങളിപ്പോൾ ടാൻഡം ചെയ്യാൻ വരുമ്പോൾ നിങ്ങളെ ചെസ്റ്റിൽ ടൈ ചെയ്ത് ചാടുന്ന ആ ഇൻസ്ട്രക്ടർ ടാൻഡം ഇൻസ്ട്രക്ടർ എന്ന് പറയും. അത് നല്ലൊരു എന്താ പറയുക ഏണിങ് തരുന്നതാണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മളൊരു ആളുടെ പോസിറ്റീവായിട്ടുള്ളൊരു വൈബ്, അല്ലെങ്കിൽ അയാൾ അത്രയും ആഗ്രഹിച്ച് ബക്കറ്റിലിട്ട് കൊണ്ട് നടക്കുന്ന ഒരു സാധനം ചെയ്യാൻ വേണ്ടി വരുന്ന, അല്ലെങ്കിൽ ചിലരൊക്കെ എനിക്ക് ഹൈറ്റ് പേടിയാണ് അത് ഇന്നത്തോടെ തീർക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്, അതൊരു പോസിറ്റീവായിട്ടുള്ള വൈബുള്ള ഒരു ജോലിയാണ്. അതേപോലെ തന്നെ മൂന്നാമതൊരാൾ ഇവരുടെ കൂടെ ചാടും ഇത് പകർത്താൻ വേണ്ടി, ക്യാമറാമാൻ എന്ന് പറയും. അതും ഈ പറഞ്ഞ പോലെ ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഭയങ്കര അത്യാവശ്യം ഏണിങ്ങും ഉള്ള. കാരണം നമ്മൾ സ്പോട്ടിൽ ഗ്രോ ചെയ്യുകയും ചെയ്യുകയാണ്. കാരണം ഡെയിലി നമ്മളൊരു കസ്റ്റമർ വരുന്നു, അവരോട് ജമ്പ് ചെയ്യുന്നു, അത് പകർത്താണ്. അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ഒരു 5 കസ്റ്റമർ വരികയാണെങ്കിൽ 5 വട്ടമൊക്കെ ജമ്പ് ചെയ്യാന്ന് ഡൈവ് ചെയ്യേണ്ടി വരും. അതൊരു ഭയങ്കര ഭാഗ്യമാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനും പറ്റും. അപ്പോൾ ക്യാമറ ജമ്പർ എന്നാണ്, ടാൻഡം ഇൻസ്ട്രക്ടറാണ്. പിന്നെ ഏറ്റവും കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാത്തിനും അതിൻ്റേതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷേ സ്റ്റുഡൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് എക്സ്പീരിയൻസ് വേണം. അതായത് ഇപ്പോൾ AFFI ഇൻസ്ട്രക്ടർ എന്നാണ് അതിന് പറയുക. നമ്മൾ ലേണേഴ്സ് എന്നൊക്കെ എടുക്കുന്ന പോലെ തന്നെ ഇതിന് സ്കൈ ഡൈവിങ്ങിൽ പറയാനാണ് AFF എന്ന് പറഞ്ഞ ഒരു കോഴ്സ്. അതൊരു 8 ജമ്പിൻ്റെ കോഴ്സാണ്. ആ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾ സോളോ ജമ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ കോഴ്സ് പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടർ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിരിക്കും. കാരണം കുട്ടിക്ക് കൊടുക്കുന്ന ഇൻഫോർമേഷൻ ആയിക്കോട്ടെ,
എങ്ങനെയാണോ ആ സ്റ്റുഡൻറ്റിനെ ഗ്രൂം ചെയ്യുന്നത്, ആ ഒരു ജോലിയും ഇൻസ്ട്രക്ടറാണ്. പക്ഷെ അതിന് കുറച്ചും കൂടിയും എന്താ പറയുക, മെൻ്റലിയും ഒക്കെ കേപ്പബിൾ ആയിരിക്കും. കാരണം നല്ല പേഷ്യൻസ് വേണം നമുക്ക്. കാരണം നമ്മൾ മനുഷ്യന്മാരായ ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള പരിചയമില്ല. അപ്പോൾ അവർ മിസ്റ്റേക്ക് കാണിക്കാമെന്ന് നമുക്ക് 100% ഉറപ്പാണ്. ആ ഒരു മൈൻഡ് സെറ്റൊക്കെ വെച്ചിട്ട് വേണം അതിലോട്ട്. അപ്പോൾ ജോലി സാധ്യത പറഞ്ഞാൽ പാക്കർ, ഗ്രൗണ്ട് ക്രൂ, ടാൻഡം ഇൻസ്ട്രക്ടർ, FFA ഇൻസ്ട്രക്ടർ, പിന്നെ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ്, പൈലറ്റ്, ഇതൊക്കെ സ്കൈ ഡൈവിംഗ് റിലേറ്റഡ് ആയിട്ട് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതിൽ കുറച്ച് ജോലികൾക്ക് മാത്രം സ്കൈ ഡൈവിംഗ് എക്സ്പീരിയൻസ് എന്തായാലും വേണം. ഓക്കെ, ഇതിലിപ്പോൾ ഇൻസ്ട്രക്ടർ ആവുക എന്നുള്ളതാണ് അടുത്തൊരു ലക്ഷ്യം. അതെ, എൻ്റെ കറൻ്റ്ലി ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ടാൻഡം ഇൻസ്ട്രക്ടറും ആവണം, FFA ഇൻസ്ട്രക്ടറും ആവണം. അതേപോലെ ലൈഫ് ലോങ് സ്കൈ ഡൈവിങ്ങിലെ കൂടെ കമ്മ്യൂണിറ്റിയുടെ കൂടെ തന്നെ ആൾക്കാർക്ക് പഠിപ്പിച്ചിട്ടും അല്ലെങ്കിൽ ഇതേപോലെ ക്യാമറ ഫ്ലൈയിങ് ഒക്കെ ചെയ്തിട്ട് പോകണമെന്നാണ് എൻ്റെ ലൈഫ് ഇപ്പോഴത്തെ ലക്ഷ്യം. ഓക്കെ, ആശിക്കുന്നത് പോലെ ആകാശത്ത് പറന്നു നടക്കാൻ, കൂടുതൽ ആളുകളെ ആകാശത്ത് പറത്തിക്കാൻ. അതെ, ഉള്ള ഈ പേര് അവസരങ്ങൾ പോലെ ഉണ്ടാവട്ടെ. തന്നെ ഫ്ലൈയിങ് ഷെഫ് എന്ന് തന്നെ ലൈഫ് ലോങ് വേണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതായത് കുക്കിംഗ് നമുക്ക് വേണ്ടപ്പെട്ടവർക്കും എനിക്കും വേണ്ടി ചെയ്യാം. ഫ്ലൈയിങ് എൻ്റെ എന്താ പറയുക, എല്ലാവർക്കും വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യും. ഏതായിരുന്നാലും അജ്മലിൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം കൂടുതൽ കൂടുതൽ പറക്കാനായി ഇനിയും സാധിക്കട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്. സ്കൈ ഡൈവിംഗ് ഇൻസ്ട്രക്ടർ എന്ന ഒരു തലത്തിലേക്ക് കേരളത്തിൽ നിന്ന് അജ്മലിന് എത്താനാവട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ഓക്കെ, നന്ദി. താങ്ക് യു.